ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറിയുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ബേസിക് ആയിട്ടുള്ള വേറെ കുറച്ച് സ്റ്റിച്ചുകളാണ്. ഫ്രഞ്ച് നോട്ട്, ബുള്ളിയൻ നോട്ട്, ലേസി ഡേസി, വുമൺ വീൽ റോസ്, സ്പൈഡർ വെബ് സ്റ്റിച്ച്, ഫിഷ് ബോൾ സ്റ്റിച്ച്, ഇങ്ങനെ 6 ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ബേസിക് ആയിട്ട് വരുന്ന സ്റ്റിച്ചസുകളാണ്. നമ്മൾ 14 സ്റ്റിച്ചസ് ഇതിൻ്റെ മുന്നത്തെ 2 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. എന്നാൽ മാത്രമാണ് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഹോം പേജിലേക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എപ്പോഴും പറയുന്ന പോലെ സൂചിയിൽ ഇതാ 3 ഇഴ മാത്രം കോർത്തിട്ടാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോണത് ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ. ഞാനിതവിടെ ഒരു ഡോട്ട് ഇട്ട് വെച്ചിരിക്കുന്നു. എന്നിട്ട് സൂചി താഴത്തുനിന്ന് മേലേക്ക് വലിച്ചെടുത്തു. ഇടത് കൈയിൽ ഞാൻ നൂലിൻ്റെ അറ്റം പിടിച്ചിരുന്നു. എന്നിട്ട് സൂചിയിൽ 1 2 3 അങ്ങനെ 3 തവണ ചുറ്റിയിട്ട് നമ്മളെടുത്ത പോയിന്റിൽ തന്നെ താഴത്തേക്ക് സൂചി കുത്തുകയാണ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ ഇടത് കൈത്ത് അപ്പോഴും വിട്ടിട്ടില്ല കേട്ടോ. നൂല് ലാസ്റ്റ് താഴത്തേക്ക് വലിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ലൂസാക്കി വിടണ്ടുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുക. ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ. പിന്നെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതാ ഞാൻ അടുത്തത് ഒന്നുകൂടി കാണിച്ചു തരുന്നുണ്ട്. ഫസ്റ്റ് ഇതാ നമ്മൾ താഴത്തുനിന്ന് മേലേക്ക് കുത്തിയെടുത്തു. 1 2 3 എന്ന് ചുറ്റി താഴത്തേക്ക് അതേ പോയിന്റിൽ തന്നെ താഴത്തേക്ക് നമ്മൾ സൂചി വലിച്ചു. എന്നിട്ട് ഇടത് കയ്യിൽ പിടിച്ച നൂല് ലാസ്റ്റ് എത്താറാകുമ്പോൾ പതുക്കെ ലൂസാക്കി വിടണം കേട്ടോ. എന്നിട്ട് താഴത്തൊന്ന് നമ്മൾ കെട്ടിട്ട് കൊടുക്കുക. പോയിൻ്റ് ചെയ്ത ഭാഗത്തു നിന്ന് സൂചി മേലേക്ക് എടുത്തു. എന്നിട്ട് ഇടത് കൈയിൽ നമ്മൾ നൂലിൻ്റെ അറ്റം പിടിച്ചു. സൂചിയിൽ 1 2 3 3 തവണ ചുറ്റി. എന്നിട്ട് താഴത്തേക്ക് അതേ പോയിന്റിൽ തന്നെ താഴത്തേക്ക് സൂചി കുത്തി താഴത്തേക്ക് വലിച്ചു. എന്നിട്ട് നമ്മുടെ ഇടത് കൈയിൽ പിടിച്ച നൂല് പതുക്കെ ലൂസാക്കി കൊടുക്കണു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുക. ഇത് ഒരുപാട് തരത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന സ്റ്റിച്ചാണ്. നമ്മൾ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ വെക്കാനും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ബുള്ളിയൻ നോട്ടാണ്. ഇത് ഫസ്റ്റ് ചെയ്യുന്ന ആൾക്കും ഇതും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പിന്നെ ശരിയാവും. നമ്മളിതാ ഒരു ചെറിയ ലൈന് വരച്ചിട്ടുണ്ട്. ആ ലൈനിൻ്റെ മേലത്തുനിന്ന് താഴത്തേക്ക് മേലെ സൂചി കുത്തിയെടുത്തു. എന്നിട്ട് താഴത്തുനിന്ന് കുത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് കുത്തിയോടത്ത് കൂടെ തന്നെ സൂചി പുറത്തേക്ക് കൊണ്ടുവരിക. ഫുള്ള് കൊണ്ടുവരരുത് കേട്ടോ, കുറച്ച് മാത്രം തലപ്പ് കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ വിരൽ സൂചിയുടെ താഴത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് 1 2 3 4 5 6 7 അങ്ങനെ നമ്മൾ 7 തവണയാണ് ചുറ്റേണ്ടത്. എന്നിട്ട് നമ്മൾ ആ ചുറ്റിലൊന്ന് ജസ്റ്റ് കൈ പിടിക്കുക, ലൂസാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് സൂചി പതുക്കെ പുറത്തേക്ക് ഇങ്ങനെ വലിക്കുക. ഇങ്ങനെ വിരൽ താഴത്ത് വെച്ച് കൊടുക്കുന്നത് നമുക്ക് ചുറ്റാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാലാണ് സൂചി ഒന്ന് പൊന്തിയിട്ട് കിട്ടുള്ളൂ. നമ്മളിങ്ങനെ 7 ചുറ്റിയത് താഴത്ത് എത്തണ വരെ താഴത്തേക്ക് വലിച്ചിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ താഴത്ത് അതിൻ്റെ കാണാത്ത തരത്തിൽ താഴത്ത് സൂചി കുത്തുക. എന്നിട്ട് താഴത്ത് നമ്മളൊരു കുഞ്ഞ് കെട്ടിടുക കേട്ടോ. ഇതാണ് നമ്മുടെ ബുള്ളിയൻ നോട്ട്. ഒന്നുകൂടി പറഞ്ഞു തരാം. നമ്മളൊരു കുഞ്ഞ് ലൈന് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നീഡിൽ കുത്തുക. പിന്നെ കുത്തിയെടുത്തിട്ട് ഫസ്റ്റ് ഭാഗത്തേക്ക് തന്നെ കുത്തുക. എന്നിട്ട് താഴത്ത് കൂടെ ലാസ്റ്റ് ഭാഗത്തേക്ക് തന്നെ മേലേക്ക് പൊന്തിക്കുക. നീഡിലിൻ്റെ താഴെ വിരൽ വെച്ചിട്ട് 7 തവണ നമ്മൾ ചുറ്റുക. എന്നിട്ട് ചുറ്റിയതിന് ശേഷം നീഡിലൊന്ന് ഫുള്ളായിട്ട് പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് താഴത്ത് നമ്മളൊരു ചെറിയ കെട്ട്. ഇങ്ങനെയാണ് നമ്മൾ ബുള്ളിയൻ നോട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് കുഞ്ഞ് ഫ്ലവർ, റോസ് പൂവ്, പിന്നെ കുഞ്ഞു വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുള്ളായ ഒരു സ്റ്റിച്ചാണിത്. അതുകൊണ്ട് ഇതും എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെറിയ ലൈന് വരച്ച് മാത്രം നമ്മൾ ചെയ്താൽ മതി. പിന്നെ നമുക്ക് റോസ് പൂവ് പോലെയൊക്കെ വരയ്ക്കാം. ഓരോ ഷേപ്പിലൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് വരച്ച് പഠിക്കാം. അങ്ങനെ ഇതാ നമ്മൾ ബുള്ളിയൻ നോട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ച് ലേസി ഡേസിയാണ്. ഇത് നമ്മൾ സെൻറ്റർ പോർഷൻ നിന്നാണ് തുടങ്ങുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളാണ് കേട്ടോ. ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഓരോ ഇതൾ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് താഴത്തേക്ക് നീഡിൽ കുത്തിയെടുക്കണം. എന്നിട്ട് അത് അവിടെ ഉറപ്പിച്ച് വെക്കണം കേട്ടോ.
ഞാനിങ്ങനെ പറഞ്ഞു തരുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ വീഡിയോ കാണുമ്പോഴാണെന്ന് തോന്നുന്നു. ഈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നൂല് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ സൂചിയിലെടുത്ത നൂല് കഴിഞ്ഞാൽ താഴത്തേക്ക് കുത്തിയിട്ട് ചെറിയൊരു കെട്ടിട്ട് കൊടുക്കുക. പിന്നെ ആദ്യം മുതൽ സൂചിയിൽ നൂലെടുത്തിട്ട് പിന്നെ അതുപോലെ ചെയ്യുക കേട്ടോ. ഇങ്ങനെയാണ് വുവൺ വീൽ റോസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്നത് സ്പൈഡർ വെബ് സ്റ്റിച്ചാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വർക്ക് ഇതാണ് കേട്ടോ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്.